ഏസർ എന്ന ബ്രാൻഡിന്റെ ഏസർ സൂപ്പർ ZX എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 10,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏസർ സൂപ്പർ ZX എന്നുള്ള സ്മാർട്ട് ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ഇപ്പം നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇപ്പം 10,000 രൂപയ്ക്ക് താഴെ ഒരു 5G ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പല 5G ഫോൺസിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മോട്ടറോളയുടെ G35 പോലുള്ള ചില ഫോണുകളിൽ മാത്രമേ ഫുൾ HD റെസൊല്യൂഷനൊക്കെ വരുന്നുള്ളൂ. പിന്നെ LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊക്കെയാണ്. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൊതുവേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഉണ്ടാവാറുള്ളൂ. ഒരു കോസ്റ്റ് കട്ടിങ് അവിടെ നടത്താറുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൽ അങ്ങനെ ഒരു കാര്യം വന്നിട്ടില്ല. അപ്പം ഫുൾ HD റെസൊല്യൂഷൻ്റെ കൂടെ നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 800 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 5G ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം മോട്ടോ G35 5Gയിൽ മാത്രമേ ഇതുപോലെ ഫുൾ HD റെസൊല്യൂഷനും 120 Hz റിഫ്രഷ് റേറ്റും പഞ്ചോൾ ഡിസൈനൊക്കെ ഒരുമിച്ച് വരുന്നുള്ളൂ. ഇപ്പം ആ ഒരു കാറ്റഗറിയിലോട്ട് ഈ ഫോണും കൂടി വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാം. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 200 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.6 mm ആണ്. പിന്നെ IP50 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു IP റേറ്റിംഗ് വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമൊക്കെ തന്നെയാണ്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6300 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മികച്ചൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 64GB ഇൻറ്റേർണലാണ് വരുന്നത്. ആ ഒരു വെർഷൻ്റെ വില മാത്രമേ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ വേറെയും വെർഷൻസ് വരുന്നതായിരിക്കും. 6GB റാം 128GB ഇൻറ്റേർണൽ വെർഷനും 8GB റാം 128GB ഇൻറ്റേർണൽ വെർഷനും വന്നേക്കാം. പിന്നെ ഇതുകൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പിന്നെ Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 64 മെഗാ മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് സോണി IMX682ൻ്റെ മെയിൻ ക്യാമറ സെൻസറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സോണിയുടെ ഒരു ക്യാമറ സെൻസർ വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം നല്ലൊരു മെയിൻ ക്യാമറ സെൻസർ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ 2 മെഗാ ഡെപ്ത് സെൻസറും 2 മെഗാ മാക്രോ ലെൻസും വരുന്നുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതില്ലാത്തത് വലിയൊരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മോട്ടോ G35 5G എന്ന ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ 13 മെഗാ സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ക്യാമറ സ്പെസിഫിക്കേഷൻ മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ലൊരു മെയിൻ ക്യാമറ സെൻസറൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജസ്റ്റ് ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനെ പറ്റി മാത്രമാണ് പറയുന്നത്. നമ്മൾ ക്യാമറ ടെസ്റ്റിംഗ് നടത്തിയിട്ടില്ല. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. നല്ലൊരു ചാർജിങ് സ്പീഡാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നല്ലൊരു കാര്യമാണ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 9990 രൂപയാണ്. ഏപ്രിൽ 25 മുതലാണ് ഈ ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമസോൺ വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഫീച്ചേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ചൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. നല്ല ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. മൊത്തത്തിൽ നല്ല ഫീച്ചേഴ്സ് തന്നെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പക്ഷേ ഏസർ എന്ന് പറയുന്നത് ഇപ്പം പുതിയൊരു ബ്രാൻഡ് പോലെയാണ്. ഇപ്പം വേറൊരു കമ്പനി അവരുടെ പേര് യൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഒക്കെ മേടിച്ചിട്ടാണ് അവരുടെ സ്മാർട്ട് ഫോണുകൾ ഇപ്പം ഇറക്കിയിരിക്കുന്നത്. ഇപ്പം ഇവരുടെ ലോഞ്ച് ഇവൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോഞ്ച് ഇവൻറ്റ് ഒരു ക്വാളിറ്റി കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത്ര ഒരു ക്വാളിറ്റിയിലല്ല ആ ഒരു ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ നല്ല ഫീച്ചേഴ്സ് ഉണ്ടായിട്ടും അവരുടെ മാർക്കറ്റിംഗ് കുറച്ച് കുറവാണ് എന്നും തോന്നിയിട്ടുണ്ട്. അപ്പം ഇവിടെയൊക്കെ കോസ്റ്റ് കട്ടിങ് നടത്തുമ്പം സർവീസിൽ എത്ര കോസ്റ്റ് കട്ടിങ് നടത്തും എന്ന് പറയാൻ പറ്റില്ല. സർവീസ് മോശമാണ് എന്നല്ല,
പക്ഷേ അതെങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഐഡിയാസ് ഇല്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം സർവീസൊക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ബാക്കിയുള്ളവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും ഏസറിൻ്റെ സൂപ്പർ ZX എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഫീച്ചേഴ്സ് എന്ന് പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ബെസ്റ്റ് ആയിട്ടുള്ള ഫോൺ എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെ ഇതിൽ വരുന്നുണ്ട്. പക്ഷേ പുതിയൊരു ബ്രാൻഡാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് കൺസിഡർ ചെയ്യുക. എന്തായാലും ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.